Good evening to one and all present here. Happy to see many faces today. After a long back, we are back to CBT. CBT-യിൽ നിങ്ങളൊക്കെ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. നമുക്ക് സെഷനിലൊക്കെ കിടക്കാൻ കാരണം സെഷൻ വളരെ എന്താ പറയേണ്ടത്, ഇന്ന് ജോയിൻ ചെയ്തവർക്കും ഒരു നഷ്ടം ഉണ്ടാവരുത്, അവർക്ക് വന്നിരിക്കുന്നതിൻ്റെ ഗുണം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഈ സെഷൻ കൂടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നത്, പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. നിങ്ങളുടെ വീഡിയോ ഒന്ന് ഓൺ ആക്കുക. പേര് കൃത്യമായിട്ട് എഴുതുക. ഓക്കെ, അതുപോലെ തന്നെ ഇന്ന് കേസസ് പറയാൻ സാധ്യതയില്ല. ഇവൻ ഇൻ കേസ് ഇഫ് ഐ ഷെയർ എനി കേസസ്, പ്ലീസ് കീപ് ഇറ്റ് കോൺഫിഡൻഷ്യൽ. ഓക്കെ, കേസസ് ഒന്നും പറയാൻ സാധ്യതയില്ല. വി വിൽ ഡയറക്ട്ലി ഗെറ്റ് ഇൻ ടു CBT. ഓക്കെ, സോ I thank God for giving this beautiful opportunity to conduct a session. നമുക്ക് CBT എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. വ്യത്യസ്തമായ തെറാപ്പീസ് ഞാൻ പഠിച്ചിട്ടുണ്ട് എങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും CBT ഈസ് വൺ ഓഫ് ദി ഡിഫറെൻറ്റ്. കാരണം എന്താണെന്നറിയോ, അത് ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ കൊണ്ടുവന്നതിൻ്റെ ശേഷം എനിക്ക് ക്ലയൻസിനെ കുറേയും കൂടി നന്നായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി OCD പോലത്തെ കേസസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റാൾട്ടിലൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. അപ്പോൾ CBT എന്ന് പറയുന്നത് വ്യത്യസ്തമായ പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ മനോഹരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ട് നമുക്ക് കൂടുതൽ കിട്ടാനും തുടങ്ങിയിട്ടുണ്ട്. സോ ഐ താങ്ക് അൽമൈറ്റി ഫോർ ബ്ലെസ്സിങ് മീ വിത്ത് ഓൾ ദീസ് തെറാപ്പീസ്. 14 തെറാപ്പീസ് തറവായിട്ട് പഠിക്കാനും അത് ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ കൊണ്ടുവരാനും സാധിപ്പിച്ച സർവശക്തനെ ഞാൻ സ്തുതിക്കുകയാണ്. അതോടൊന്നിച്ചിട്ട് എൻ്റെ എല്ലാ ടീച്ചേഴ്സും മെൻറ്റേഴ്സും everyone who are behind me, my support team, my leaders, Telishta, Irfana, who designed such a beautiful flyer, Zainab, Ramsi, each one of them, and all my students, all my well-wishers were always there for me. ഏതൊരു സാഹചര്യത്തിൽ yes ma'am we are there with you എന്ന് പറയുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും താങ്ക്സ് പറഞ്ഞുകൊണ്ട്, സ്റ്റുഡൻസിനോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, കമ്മിങ് ടു myself, എന്നെ പരിചയമില്ലാത്തവർക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. മൈസെൽഫ്, ഐ എം ജസ്റ്റ് എ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ശരിക്കും പറയാന്ന് വെച്ചാൽ ഇതൊന്നുമല്ല, ഒരു സ്റ്റുഡൻ്റ് ആണ്, ഒരു സോ കോൾ നോർമൽ സ്ത്രീ, ഒരു മകനുണ്ട്. ഞാനിപ്പോൾ താമസിക്കുന്നത് ദുബായിലാണ്. നമ്മുടെ ഫാമിലിയായിട്ട് ഹസ്ബൻഡും മകനും ഞാനുമായിട്ട് ദുബായിലാണ് താമസിക്കുന്നത്. നമ്മുടെ കാലിബർ എന്ന് പറയുന്ന സെൻറ്റർ നമ്മുടെ കണ്ണൂരിലാണ് തുടങ്ങിയത്. ഞാൻ കണ്ണൂർ സ്വദേശിനിയാണ്. അപ്പോഴേ അതിൻ്റെ ഒരു എന്താ പറയണ്ടേ, ഹെഡ് ഓഫീസ് തന്നെ നമുക്ക് പറയാം. നമ്മുടെ ഭാഗ്യവശാൽ നമുക്കിവിടെ ദുബായിൽ സ്റ്റാർട്ട് ചെയ്യാനും ലൈസൻസ്ഡ് ഓർഗനൈസേഷനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനും ഇപ്പോൾ 2ാമത്തെ വർഷത്തിലേക്ക് കാലുകുത്താനും സർവശക്തൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും നിങ്ങളൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ് കാലിബർ എന്നുള്ളതാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്, എ സെൻറ്റർ ഫോർ കോഗ്നിറ്റീവ് എക്സലൻസ്. ഓക്കെ, സോ കോഗ്നിറ്റീവ് എക്സലൻസ് അവിടെയും ഞാൻ കൊടുക്കാൻ കാരണം അതാണ്, കോഗ്നിറ്റീവ് ലെവലിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. സോ കമ്മിങ് ടു CBT ബേസിക്സ്. ഓക്കെ, നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന കോഴ്സിൽ നെഗറ്റീവ് തോട്ട്സ് ഹാൻഡ്ലിംഗ്, building self-esteem and self-confidence, understanding and handling stress and anxieties, modifying behaviors in response to situations, reframing thoughts. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് വളരെ തുറന്നു പറയാലോ, ഒട്ടുമിക്കവാറും എല്ലാ കേസസിനും അവർ വന്ന് നമ്മളോട് പറയുന്ന സമയത്ത് മാം ഇങ്ങനെയാ പ്രശ്നം, അങ്ങനെയാ പ്രശ്നം, അതാണ്, അടിയാണ്, പിടിയാണ്, ഇങ്ങനെ പല പ്രോബ്ലംസ് പറയുന്ന സമയത്ത് ബേസ് ലൈൻ നമ്മൾ ഇങ്ങനെ ഗൗരവപൂർവ്വം നമ്മൾ അവരെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മെയിനായിട്ട് നെഗറ്റീവ് തോട്ട്സിനെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരിക. നിങ്ങൾക്കൊക്കെ അറിയാം, പലപ്പോഴും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അറിയാതെ ആണെങ്കിലും ഓവർ തിങ്കിങ്ങിലേക്ക് പോവുകയും മനസ്സ് വലിയ എന്താ പറയുക ചാഞ്ചാട്ടത്തിലെത്തുകയും ടെൻഷൻ ആവുകയും സ്ട്രെസ്സ് കൂടുകയും ഒക്കെ നമുക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടത് തോട്ട്സിനെ, ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയും, ആൻസ് എന്ന് പറയും. ആ തോട്ട്സിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ്. The beauty of CBT എന്ന് പറയുന്നത് ഹാൻഡ്ലിംഗ് തോട്ട്സ് ആണ്. ഇറ്റ് ഓൾ വർക്ക്സ് ഓൺ തോട്ട്സ് ഫീലിംഗ് ബിഹേവിയർ. ഈ ABCനെ വെച്ചുകൊണ്ടാണ് നമ്മുടെ CBT മൊത്തത്തിൽ
ഡോക്ടർ ബെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ നെഗറ്റീവ് ഹാൻഡ്ലിംഗ് നമ്മൾ നിങ്ങൾ പറ, ഇവിടെ ഇത്രയും പാർട്ടിസിപ്പൻസ് ഇവിടെ ഉണ്ടല്ലോ, നെഗറ്റീവ് തോട്ട് ഹാൻഡ്ലിംഗ് ഉണ്ടാവാറുണ്ടോ? നിങ്ങൾ പറയൂ, പ്ലീസ് ആൻസർ മീ. ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യാട്ടോ, എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യണേ. കേൾക്കുന്നില്ലേ? ആർക്കും കേൾക്കുന്നില്ലേ പറയുന്നത്? കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. തോട്ട്സ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം എന്റേത്. Thank you so much for these beautiful answers which you are sharing here. Are thoughts normally positive thoughts ആണോ നെഗറ്റീവ് thoughts ആണോ? ഏത് തോട്ട്സ് കൊണ്ടാണ് നമ്മൾ ബുദ്ധിമുട്ടുന്നത്? നമ്മളോടൊന്ന് ബോത്ത്. പക്ഷേ ബോത്ത് ആണെങ്കിലും നെഗറ്റീവ് തോട്ട്സിനെ കൊണ്ടാണോ ബുദ്ധിമുട്ടുക, അല്ലെ പോസിറ്റീവ് തോട്ട്സിനെ കൊണ്ടാണോ ബുദ്ധിമുട്ടുക? മനസ്സിലെ നമ്മുടെ നെഞ്ചടിപ്പ് കൂടുന്നത്, നമ്മുടെ ആങ്സൈറ്റി വർദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡിപ്രസീവ് തോട്ടിലേക്ക് പോകുന്നത് ഏതാണ്? ഡെഫിനറ്റ്ലി നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എത്ര കൂടുന്നോ അതിനനുസരിച്ച് നമ്മുടെ ടെൻഷൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു ചെറിയ ആക്ടിവിറ്റി നിങ്ങൾക്ക് തരാം. നമ്മുടെ ഒന്ന് കണ്ണടക്ക എല്ലാവരും, പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ലൈഫിലെ ഓർമ്മിക്കാൻ പറ്റുന്ന ഇൻസിഡൻസ്, നമ്മളെ പേരന്റിൽ നിന്ന് കിട്ടിയ മറക്കാനാവാത്ത ഇൻസിഡൻസ് എന്താണ്? അല്ലെങ്കിൽ ഹസ്ബൻഡിൽ നിന്ന് കിട്ടിയ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടിയ? ഓക്കെ, കിട്ടിക്കഴിഞ്ഞതാണെങ്കിൽ ജസ്റ്റ് ഓപ്പൺ യുവർ ഐസ് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. പോസിറ്റീവ് ആയിരുന്നോ അത് നെഗറ്റീവ് ആയിരുന്നോ എന്നുള്ളത് പെട്ടെന്നൊന്ന് എഴുതൂ. Oh, I didn't start the recording അല്ലേ? ഫിനിഷ് ദ റെക്കോർഡിംഗ് നടക്കുന്നില്ലേ? റെക്കോർഡിംഗ് ഓക്കെ അടിച്ചിരുന്നു, നടക്കുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു ആന്റോഫ്. റെഡി? യെസ്, ഭൂരിപക്ഷം നമ്മളടുത്ത് വരാൻ നെഗറ്റീവ് തന്നെയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്, ഒരു ക്ലയന്റ് നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് അവർ സംസാരിക്കുക മുഴുവനും നെഗറ്റീവ് ഇൻസിഡൻസിനെ കുറിച്ചായിരിക്കും. അവർ ടോട്ടലി മറന്നിട്ടുണ്ടാവും അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, ഇയാളെ പറ്റിയിട്ട് ഓർക്കാൻ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ആ സമയത്ത് പ്രത്യേകിച്ചിട്ടും മറന്നു പോകുന്നു. ഇനി അതിനെ അടിസ്ഥാനമാക്കി, അത് മാത്രമല്ല, ഒരു നോർമൽ പേഴ്സണിന് ഇങ്ങനെ ആകുമ്പോൾ മറ്റൊരു പേഴ്സൺ എന്ന് വെച്ചാൽ ഓൾറെഡി ഡിപ്രസീവ് മോഡിലാണ് ഉള്ളത്, അല്ലെങ്കിൽ ആങ്സൈറ്റി മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന, അത്രയും ആങ്സൈറ്റിയോ ഡിപ്രഷനോ ഉണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. അത് അല്ലെങ്കിൽ ഈവൻ ചെറിയ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ ലേഡീസിന് ഉണ്ടാവുന്ന മൂഡ് സൈക്കിൾസ്, പീരിയഡ്സിന്റെ സമയത്ത് ഉണ്ടാവുന്ന മൂഡ് സൈക്കിൾസ് പോലും ഇതിനൊരു വലിയ ഉദാഹരണമാണ്. ആ സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലേക്ക് വരിക നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. അതുമല്ല എങ്കിൽ ഇഫ് യു ഗോ ഫർദർ, മെനോപോസിന്റെ സമയത്താണെങ്കിൽ, ഈവൻ മെനോപോസിന്റെ സമയത്ത് പോലും, ഈ പ്രീ മെനോപോസ് സ്റ്റേജസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ വല്ലാത്തൊരു നെഗറ്റീവ് തോട്ട്സിന്റെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് മാത്രം വരുന്ന ഒരു സിറ്റുവേഷൻസ്, മൂഡ് സൈക്കിൾസ് ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടാവും. സോ മൈ ഡിയേഴ്സ്, ദ ബേസിക് സ്റ്റെപ്പ് ടു ഹാൻഡിൽ എ ക്ലയൻറ്റ്, ടു ഹാൻഡിൽ തൈസെൽഫ്, നമുക്ക് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ എങ്ങനെ നമുക്ക് റീഫ്രെയിം ചെയ്യാൻ പറ്റും, എങ്ങനെ അതിലേക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും. ചില ആൾക്കാരെ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ പറയും വളരെ പോസിറ്റീവ് ആണ്, വളരെ ഹാപ്പിയാണ്, ബിക്കോസ് ദേ ഹാൻഡിൽ ദിസ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് അവരുടെ ലൈഫിൽ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടല്ല, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ദേ ഹാൻഡിൽ ഇറ്റ് ഇൻ എ ബ്യൂട്ടിഫുൾ പോസിറ്റീവ് വേ. They reframe the situation.
ആ റീഫ്രെയിം ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് പറ്റുന്നത്. അങ്ങനെ ഡീഫോൾട്ടായിട്ട് ബൈ ഡീഫോൾട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് കുറേ ടെക്നിക്സ് അപ്ലൈ ചെയ്തിട്ട് കുറേ വർക്ക്ഷീറ്റ്സ് അപ്ലൈ ചെയ്തിട്ട് നമുക്കത് കൊണ്ടുവരാൻ സാധിക്കും. അതിന് CBT സഹായിക്കുന്നുണ്ട്. ഓക്കെ, സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് എനിക്കുണ്ടായ 2 കുട്ടികൾ സ്കൂൾ ഗോയിങ് 10th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ആ കുട്ടികൾ ഒട്ടും സെൽഫ് എസ്റ്റീം ഇല്ല. പ്രത്യേകിച്ചിട്ടും ഈ ഒരു 10th സ്റ്റാൻഡേർഡിൽ വരുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു പ്രഷർ കൊണ്ട് കൂടുതൽ അവരെന്താകുന്നുണ്ട്, ലോ ആയി പോകുന്നുണ്ട്. അവർക്ക് എന്തോ സാധിക്കൂല എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് എത്തുന്നുണ്ട്. ആ കുട്ടികൾക്കൊക്കെ മനോഹരമായ CBT വർക്ക്ഷീറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല റിസൾട്ട്സ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സെൽഫ് കോൺഫിഡൻസ്, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹാൻഡ്ലിംഗ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി, വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മോഡിഫൈങ് ബിഹേവിയേഴ്സ് ഇൻ റെസ്പോൺസ് ടു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, തോട്ട്സിനെ റീഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ നമ്മുടെ CBT ബേസിക്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. കമ്മിങ് ടു നെക്സ്റ്റ്, CBT അഡ്വാൻസ്. CBT അഡ്വാൻസിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആണ്. കപ്പിൾ കോൺഫ്ലിക്റ്റ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് ഓൺലി വിത്ത് കപ്പിൾസ്, അതുകൊണ്ടാണ് കപ്പിൾസിന് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്ന സമയത്ത് പാരൻസ് ആൻഡ് ചൈൽഡ്, ചൈൽഡ് ആൻഡ് പാരൻസ് ആൻഡ് എനിബഡി എൽസ്, ഓഫീസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊഫഷണൽ ലൈഫിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ റിലേഷൻഷിപ്പ് ഒരു മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്പ് സർക്കിൾസിനെ മാനേജ് ചെയ്യാൻ പറ്റും, ഇൻറ്റിമേറ്റ് സർക്കിളിനെയും മറ്റുള്ള സർക്കിൾസിനെയും ടോക്സിക് റിലേഷൻഷിപ്പൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ മനോഹരമായ എക്സസൈസിലൂടെ നമ്മൾ കടന്നു പോകും CBT അഡ്വാൻസിൽ. അതോടൊന്നിച്ചിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കപ്പിൾ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, അവിടെ ഒന്നും എക്സ്പ്ലനേഷൻ അല്ല. വി ആർ ഗോയിങ് ടു വർക്ക് ഓൺ വർക്ക്ഷീറ്റ്സ്. നമ്മൾ ആ വർക്ക്ഷീറ്റ്സ് ഹാൻഡിൽ ചെയ്യും. അതിൻ്റെ ശേഷം സോ ദാറ്റ് വി ക്യാൻ ഹാൻഡിൽ വിത്ത് അവർ ക്ലയൻസ്, വി ക്യാൻ ഹാൻഡിൽ വിത്ത് സംബഡി എൽസ്. ഓക്കെ, ആങ്കർ മാനേജ്മെന്റ്, ഡിസിഷൻ മേക്കിംഗിൽ വരുന്ന പ്രോബ്ലം, ജസ്റ്റ് ബിക്കോസ് എ പേഴ്സൺ ഈസ് നോട്ട് ഏബിൾ ടു ടേക്ക് എ ഡിസിഷൻ അറ്റ് ദി റൈറ്റ് ടൈം, they go through a hell of problem. പറഞ്ഞറിയിക്കാം. ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പലപ്പോഴും പലർക്കും സംഭവിച്ചിട്ടുള്ളത് കറക്റ്റ് ടൈമിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. ഈവൻ നൗ പീപ്പിൾ കം ആൻഡ് അപ്രോച്ച് മീ, ഇതാണ് സിറ്റുവേഷൻ, ഇങ്ങനെയാണ് ഡിസിഷൻ എടുക്കേണ്ടത്. ഐ നോ പീപ്പിൾ ആർ സജസ്റ്റിംഗ് മീ ലൈക്ക് ദിസ്, ബട്ട് ഐ നോ ദ ബെനിഫിറ്റ്. അതിന്റെ ബെനിഫിറ്റും എനിക്കറിയാം. ഇങ്ങനെ ഞാൻ ഡിസിഷൻ എടുത്താൽ ഇന്നതുപോലെ ആയിരിക്കും എന്ന് എനിക്കറിയാം. ബട്ട് മാം, ഐ ആം അൺഏബിൾ ടു ടേക്ക് ദ ഡിസിഷൻ. എനിക്ക് ആ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, ധൈര്യം കിട്ടുന്നില്ല. ഇത് മാത്രം വളരെ കോൺക്രീറ്റ് ആയിട്ട് പറഞ്ഞിട്ട് വരുന്ന കൗൺസിലിംഗ് ക്ലയൻസും എനിക്ക് ഉണ്ടാവാറുണ്ട്. Getting it? അപ്പോൾ അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, CBT ഈസ് വെരി ഹെൽപ്ഫുൾ ആൻഡ് വി ക്യാൻ അപ്ലൈ ദാറ്റ് ആൻഡ് വി ക്യാൻ ഗെറ്റ് എ ബ്യൂട്ടിഫുൾ റിസൾട്ട്. അതോടൊന്നിച്ചിട്ട് തോട്ട് റെക്കോർഡ് എന്ന് പറയുന്ന വേറെ തന്നെ ഒരു എക്സസൈസ് ഉണ്ട്. അതും കൂടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. കമ്മിങ് ടു ദ തേർഡ് വൺ ഈസ് CBT മാസ്റ്റേഴ്സ്. അതിൽ നമ്മൾ ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിലുള്ള കുട്ടികൾക്കുള്ളത്, പിന്നെ ഫോബിയാസ് ആൻഡ് ഫിയേഴ്സ്, ഗ്രീഫ് ആൻഡ് ലോസ്, OCDക്ക് നല്ല ബ്യൂട്ടിഫുൾ റിസൾട്ട്. ഇപ്പോൾ ഒരു ചെറിയ ഒരു ആൺകുട്ടിക്ക്, ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടിക്ക് കണ്ടിന്യൂസ് ആയിട്ട് OCD തോട്ടിലെത്തിയിട്ട് നമ്മളൊക്കെ വിചാരിച്ചു പോയി ഒരു മെഡിസിനിലേക്ക് എത്തിക്കേണ്ടി വരുമോ എന്നുള്ളത്. ബട്ട് ഐ കെപ്റ്റ് ഓൺ ട്രൈങ്, ഗേവ് കണ്ടിന്യൂസ് സെഷൻ. ആദ്യത്തെ 5 സെഷൻസ് കണ്ടിന്യൂസ് ആയിരുന്നു. പിന്നെ 3 ഡേയ്സിന്റെ ഗ്യാപ്പ് വെച്ചിട്ട് കൊടുത്തു. പിന്നെ ഒരാഴ്ചയിൽ 1 സെഷൻ എന്നുള്ള രീതിയിൽ കൊടുത്തു. ഇപ്പോൾ ദ ചൈൽഡ് ഈസ് മച്ച് ബെറ്റർ. ടെർമിനേഷൻ കൊടുത്തിട്ട് ഞാൻ ഇവിടെ പോസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ 10 സെഷൻസ് കഴിഞ്ഞു, നമുക്കൊന്ന് പോസ് ചെയ്യാൻ മുന്നേ. എന്നതിന് ശേഷം whenever you feel any problem, I am here to help you. You can tell your parents and they will contact me. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒത്തിരി നല്ലൊരു റിസൾട്ട്. തോട്ട്സ് കൊണ്ട് കുട്ടിക്ക് ഒരു മൊമെന്റും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എക്സാംസിന്റെ സമയത്തായിക്കോട്ടെ, അതുപോലെ തന്നെ ഗെറ്റ് ടുഗെദറിന്റെ സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ടൂറിന് പോയാലും പിക്നിക്കിന് പോയാലും, ഈവൻ ട്രാവൽ ചെയ്യുന്ന സമയത്തും, ഈവൻ ഫ്ലൈറ്റിലിരിക്കുന്ന സമയത്തും ഒക്കെ ഭയങ്കരമായിട്ട് ഒബ്സസീവ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പ്രോബ്ലത്തിലായിരുന്നു ആ കുട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടിയെ നമുക്ക് വളരെ മനോഹരമായിട്ട് CBT തെറാപ്പീസിലൂടെ ഹെൽപ്പ് ചെയ്ത്, ദിസ് ആർ ഓൾ ഐ എം ഡൂയിങ് ഓൺലൈൻ. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, CBT വർക്ക്ഷീറ്റ്സ് ഹെൽപ്സ് us to handle the clients online beautifully എന്നുള്ളത് മറ്റൊരു റിസൾട്ടാണ്. ആൻഡ് സ്ലീപ്പ് ഡിസോർഡർ, മോസ്റ്റ് ഓഫ് ദ ടൈക്കൂൺസ് ഐ ക്യാൻ സേ, ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ഐ ക്യാൻ സേ, they all come to me with sleep disorder. ഉറങ്ങിയിട്ട് ഇത്ര ദിവസമായി ഉറങ്ങാൻ പറ്റുന്നില്ല. So for that also we have beautiful CBT therapies which we can apply and give them the exercise.
CBT വർക്ക്സ് ഓൺ പ്രസന്റ് മൊമെന്റ്. മൈൻഡ്ഫുൾനെസ് ആണ് മുഴുവനും. ഓക്കെ, മൈൻഡ്ഫുൾനെസ്സോടുകൂടി തന്നെ നമുക്ക് ചില ടാസ്കുകൾ നമുക്ക് ഇരുത്തി ചെയ്യാം. ചില ടാസ്കുകൾ എടുക്കേണ്ട, അവർക്കത് സ്വീകരിക്കേണ്ട സമയം നമുക്ക് ഫീൽ ചെയ്യും. ഈ ടാസ്ക് കൊടുത്ത എൻ്റെ ക്ലയൻറ്റ് ചെയ്യും എന്നുള്ളൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹോംവർക്ക്സും കൊടുക്കാം. സോ ദേ ഓൾസോ ഫീൽ കംഫർട്ടബിൾ, വി ഓൾസോ ഫീൽ കംഫർട്ടബിൾ. അവർക്കും എന്താണ് അങ്ങനെ പേയ്മെന്റ് കുറെ എക്സ്പെൻസീവ് ആവില്ല. അപ്പോൾ നമുക്കും എന്താണ് നമ്മളത് കുറെ സമയം പോകുന്നില്ല. അപ്പോൾ കുറച്ച് ടാസ്കുകളായിട്ട് കൊടുക്കാനും അവരെ കൊണ്ട് അതേ കാര്യങ്ങൾ വീട്ടിലെത്തിയിട്ട് ഒന്നും കൂടി ചിന്തിപ്പിക്കാനും. കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത് എങ്കിൽ, വീണ്ടും നമ്മൾ കാണുന്നതെങ്കിൽ ആ ഒരാഴ്ചയുടെ ഗ്യാപ്പ് മതി ആ വീട്ടിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവരുണ്ടാവുന്ന സിറ്റുവേഷനിൽ വീണ്ടും നെഗറ്റീവ് തോട്ട്സിന്റെ ഒരു 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 സമ്മർദ്ദമാണ് എങ്കിൽ ദേ വിൽ ഗോ ബാക്ക് ടു ദ സെയിം സിറ്റുവേഷൻ. നമ്മൾ എത്ര വായിൽ വെള്ളം വറ്റിച്ചിട്ട് നമ്മൾ തെറാപ്പി കൊടുത്തു കഴിഞ്ഞാലും അവർ അതേ സിറ്റുവേഷനിലേക്ക് പോകുന്ന സമയത്ത് അവർ വീണ്ടും ബാക്ക് ടു സ്ക്വയർ ആവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല നല്ല എക്സസൈസസ് കൊടുത്തിട്ട് നല്ല നല്ല ആക്ടിവിറ്റീസ്, നല്ല നല്ല ടാസ്കുകൾ കൊടുക്കാനും CBTയിൽ സാധിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് അനദർ ബ്യൂട്ടിഫുൾ പോയിന്റ് വിച്ച് ഐ ഹാവ് നോട്ടീസ്ഡ് ആൻഡ് ഐ എം ഗെറ്റിംഗ് റിസൾട്ട്സ് ഇൻ ദാറ്റ്. യാ, സോ യു ഓൾ ടെൽ മീ വാട്ട് ഈസ് CBT. CBT എന്താണെന്ന് അറിയുന്ന ആൾക്കാരുടെ ഇഷ്ടം പോലെ ഉണ്ടാവും. പ്ലീസ് ലെറ്റ് മീ നോ വാട്ട് ഈസ് CBT. എന്താണ് CBT? വേഗം ഒന്ന് ചാറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. വേഗം ചെയ്താൽ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഇന്ന് തന്നെ ചെയ്യാം കേട്ടോ. Yes, Santo, thank you so much. Cognitive behavioral therapy. And what are we working on? അതിൽ എന്താണ് വർക്ക് ചെയ്യുന്നത്? Yeah, ഫീൽ ആൻഡ് ഹീലിന്റെ പേരെന്താണാവോ? കോഗ്നിഷൻ എന്നാണോ? പേരെന്താണ്? ചിത്ര. താങ്ക് യു ചിത്ര. Changing the thoughts and behavior. Very good, very good, very good. Thought process, very good. All of you have is change negative thoughts to positive thoughts. Beautiful. Yeah, simple it is. കേൾക്കാൻ വളരെ സിമ്പിൾ ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നതൊക്കെ വളരെ ബേസ് എന്ന് വെച്ചാൽ വളരെ സിംപ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള വർക്ക്ഷീറ്റ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ അങ്ങേ തലത്തിലുള്ള വർക്ക്ഷീറ്റ്സ് നമ്മളെ കയ്യിലുണ്ടാവും. നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും. ചില സമയത്തുണ്ടല്ലോ ചില ക്ലയൻറ്റ് വന്നിട്ട് അവരെ കൊണ്ട് അവർ ലോജിക്കൽ തിങ്കിങ് ആൾക്കാരാണെങ്കിൽ, ഓക്കെ, അവർ റിയാലിറ്റിയെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് തിങ്ക് ചെയ്യുന്നത്, എങ്ങനെയും എമോഷണലി ആവുന്നില്ല എങ്കിൽ ഇതുപോലത്തെ ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ഹാവ് ടു വർക്ക് വിത്ത് ദം വിത്ത് CBT. ഓക്കെ, വ്യത്യസ്തമായ ടെക്നിക്സ് അപ്ലൈ ചെയ്യാം. ഇൻ CBT വി ക്യാൻ ഈസിലി മേക്ക് ദം തിങ്ക് ചെയ്തിട്ട് മാത്രം ചെയ്യുന്നത്. ഈവൻ MBTIയുടെ ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 10-16 പേഴ്സണാലിറ്റീസിനെ കണ്ടുപിടിക്കാൻ പറ്റും. ആ MBTIയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തിങ്കിങ്ങും ഫീലിംഗുമാണ് അവിടെ ഒരു ക്രൈറ്റീരിയ മനസ്സിലാക്കാനുള്ളത്. ആ ക്രൈറ്റീരിയ എന്താ? തിങ്കിങ് ആർക്കാണോ കൂടുതൽ നമുക്ക് ഫീൽ ചെയ്തത്, വേറെ ഒരു തെറാപ്പിക്കും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വർക്ക് ഓൺ CBT. സോ നമുക്ക് എന്ത് ചെയ്യാം? MBTIയുടെ ആ ഒരു വർക്ക്ഷീറ്റ് കൊടുത്ത് അവരെ ടെസ്റ്റ് ചെയ്ത് അവരുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് അനുസൃതമായിട്ടുള്ള അവരുടെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റിയ എന്തൊക്കെയാണോ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്, എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമുള്ളത്, അതിനെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക. ആ ക്ലയൻറ്റിന് കൃത്യമായിട്ട് ഗോൾ സെറ്റ് ചെയ്യുക. അടുത്ത സെഷനിൽ ഇന്ന കാര്യം ചെയ്യും, അടുത്ത സെഷനിൽ ഈ കാര്യങ്ങൾ ചെയ്യണം, ഇതുപോലെ ഗോൾ സെറ്റ് ചെയ്യുക, അതിന് കണക്കായിട്ടുള്ള വർക്ക്ഷീറ്റ് സെറ്റ് ചെയ്യുക. then done. Then you see how beautifully you can reach to that level. ഓക്കെ, അതിന് നമ്മൾ കുറച്ചൊന്ന് ഹോംവർക്ക് ചെയ്യണം. നമ്മൾ നന്നായിട്ട് ഡീപ്പായിട്ട് പഠിക്കണം. പ്രോബബ്ലി ഐ വിൽ ബി ഷെയറിങ് മെനി ബുക്സ് വൺസ് യു കംപ്ലീറ്റ് CBT മാസ്റ്റേഴ്സ് മാത്രം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, CBT ബേസിക്സിന് അഡ്വാൻസ്ഡ് അല്ല, CBT മാസ്റ്റേഴ്സ് വരെ ഈ 3 സ്റ്റേജസിലൂടെയും കടന്നു പോകുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ബുക്സും കൂടി തരുന്നുണ്ട്. സോ ദാറ്റ് യു ക്യാൻ ഗോ ഡീപ്പ് ഇൻ ടു ദാറ്റ് ആൻഡ് യു ഗെറ്റ് ലോട്ട്സ് ഓഫ് വർക്ക്ഷീറ്റ് and you can apply that to your clients. Okay, ഇതുപോലെ ഈ ഒരു അവസ്ഥയിൽ ഇനിയും പറയാന്ന് വെച്ചാൽ നെക്സ്റ്റ് പിക്ചർ ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരും. See, this is the picture. Okay, നമ്മുടെ ക്ലയന്റ് നമ്മുടെ മുന്നിൽ വരുന്ന സ്ക്രീൻ കാണുന്നുണ്ടോ? Are you all able to see the screen? Yes. Okay, നമ്മളിവിടെ എത്തിയത് നമ്മുടെ കേസസിൽ ക്ലയന്റ് വരുന്ന സമയത്ത് അവർ ഫസ്റ്റ് ഡേ നമ്മളെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള ആ റെഡ് കളർ പിക്ചർ കാണുന്നുണ്ടല്ലോ, തോട്ട്സ് ഇങ്ങനെയായിരിക്കും.
ഈവൻ ചില സമയത്ത് ചിലർ സംസാരിക്കുന്ന സമയത്ത് പോലും ഇവിടുന്ന് ഒരറ്റത്ത് നിന്ന് സംസാരിക്കും, പിന്നെ വേറൊരു കഥ പറയും, പിന്നെ കോളേജിലത്തെ കഥ പറയും, പിന്നെ സ്കൂളിലത്തേത് പറയും, പിന്നെ എഗെയിൻ ഫാമിലി ലൈഫിൽ പറയും, അല്ലെങ്കിൽ ഇന്നത്തെ പ്രസന്റ് സിനാരിയോയിൽ പറയും. ഇങ്ങനെ അവർ ഡിസ്ഓറിയന്റഡ് ആയിരിക്കും. അവർക്കൊന്നും കൃത്യമായിട്ട് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ തലക്ക് അടി കൊണ്ട പോലെ ആയിരിക്കും പല ക്ലയൻസ് നമ്മളെ മുന്നിലേക്ക് വരാം. ചിലർ അനുഭവിച്ച് ഫ്രോസൺ ആയിട്ടുണ്ടാവും നമ്മളെ മുന്നിൽ എത്തുന്ന സമയത്ത്. ദേ വിൽ നോട്ട് നോ ഹൗ ടു ഡീൽ വിത്ത് യുവർ പ്രോബ്ലം. ദേ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൂ ദേ ആർ. സിംപ്ലി പറയാന്ന് വെച്ചാൽ ഞാൻ ആരാണ് എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലായിരിക്കും വരാൻ. റീസെന്റ് ഒരു ക്ലയന്റ് വന്നിട്ട് എന്നോട് പറഞ്ഞത്, മാം എനിക്ക് എൻ്റെ പേര് പറയാൻ പോലും വിഷമം തോന്നുന്നു, അത് തെറ്റിപ്പോവോ പറയുന്നത് എന്നുള്ളതാണ്. ഈ രീതിയിലുള്ള അവസ്ഥയിലാണ് അവന്റെ സ്ട്രെങ്തോ ഒന്നും തന്നെ ഓർമ്മിക്കാതെ ഇപ്പോഴുള്ള ജീവിതത്തിലുള്ള പ്രോബ്ലം തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം എന്നുള്ള ലെവലിലേക്കാണ് ക്ലയന്റ് നമ്മുടെ മുന്നിലെത്തുന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇത്രയും ദാരുണമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവരുടെ കോഗ്നിറ്റീവ് പ്രോസസ്, അവരുടെ ബുദ്ധി മരവിച്ചു പോകുന്നത്. ഇങ്ങനെയൊക്കെ ചിന്ത ഉണ്ടാവുമ്പോഴാണല്ലോ പലരും ലൈഫ് ഈസ് ഡൺ, ഇനി മതിയാക്കി കളയായി, എനിക്ക് ഒരു സൊല്യൂഷനും ഇല്ല എന്ന രീതിയിലേക്ക് ആത്മഹത്യയിലേക്ക് പോലും പോകുന്നത് പ്രിയപ്പെട്ടവരെ. കൃത്യസമയത്തുള്ള നമ്മുടെ ഇടപെടൽ, കൃത്യസമയത്ത് നമ്മൾ കോഗ്നിറ്റീവ് തെറാപ്പിയിലൂടെ അവരെ ചിന്തിപ്പിക്കൽ, അവരെ തിരിച്ചു പിടിക്കൽ ഏതൊരു മനുഷ്യന് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ ആ രീതിയിൽ നമുക്ക് അവരുടെ പ്രോബ്ലംസിനെ മനസ്സിലാക്കി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, വി ക്യാൻ ടേക്ക് ദം ബാക്ക് ടു ദ നെക്സ്റ്റ് പിക്ചർ. അതിന്റെ അടുത്തുള്ള പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആയിട്ട് വരുന്ന ഒരു ക്ലയന്റിനെ കൃത്യമായിട്ട്, മോളെ നിന്റെ ഫാമിലി ഇങ്ങനെയാണ്, നിന്റെ പ്രൊഫഷൻ ഇങ്ങനെയാണ്, നിന്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, ഇന്നതിനെ ഇന്നതുപോലെ കാണണം, ഹൗ യു ക്യാൻ ഡു ഇറ്റ്, യു കം അപ്പ് വിത്ത് ദ സൊല്യൂഷൻ. നമ്മൾ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരല്ല, നമ്മൾ അവരെ ചിന്തിപ്പിക്കും, നമ്മൾ അവരെ പല വർക്ക്ഷീറ്റ്സിലൂടെ കടത്തിക്കൊണ്ട് പോകും. ദേ വിൽ കം അപ്പ് വിത്ത് ദ സൊല്യൂഷൻ. ദേ ഹാവ് ടു കം അപ്പ് വിത്ത് ദ സൊല്യൂഷൻ. We are just facilitators. I believe a counselor has become really a facilitator. ആ ഫെസിലിറ്റേറ്റിംഗ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വർക്ക്ഷീറ്റിലൂടെ പോകുമ്പോൾ നമുക്കറിയാം ഈ വർക്ക്ഷീറ്റ് ഈ ക്ലയന്റിന് ഈ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന സംഗതികളിലൂടെ ക്ലയന്റ് തിങ്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഈ രീതിയിലേക്ക് ആ ക്ലയന്റിന്റെ പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അവരുടെ ചിന്തകൾ, അവരുടെ തോട്ട്സിനെ നമുക്ക് അടക്കി പെറുക്കി നീറ്റാക്കി വെച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവും. We will go through that. Okay, now I'm giving you a beautiful, simple, very simple worksheet. Please go through this. എല്ലാവർക്കും കാണുന്നുണ്ടോ? കാണുന്നില്ലെങ്കിൽ ഒരു W ടൈപ്പ് ചെയ്താട്ടെ ചാറ്റ് ബോക്സിൽ, so that you all become very active. Active ആണ്. I wanted you people to be very active. W. So sweet. വേഗം ജൽദി കറോ. Superb. Excellent. Okay. ഇന്നത്തെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു ഫീലിംഗ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ഹോൾ ഡേന്റെ ഫീലിംഗ് എടുത്തിട്ട് ഹൗ യു ഫീൽ. താങ്ക് യു വെരി മച്ച് ഡിയേഴ്സ്. താങ്ക് യു. ഹൗ യു ഫീൽ, വാട്ട് ഐ ഫീൽ എന്നുള്ളത് ഹാപ്പി, വറീഡ്, അനോയ്ഡ്, മാഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും അവർക്ക് എമോഷൻസ് ഏതാണെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എമോഷൻസ്, ഇത്രയും എമോഷൻസ് അവർക്ക് ലിസ്റ്റ് കൊടുക്കാൻ പറ്റും. ഇതിൽ നിന്ന് ഏതാണ് ഫീൽ ചെയ്യുന്നത്? You can write the question and you can write the answers too. അടുത്ത ചോദ്യം, ഐ ഫീൽ ദിസ് വേ ബിക്കോസ്. ദിസ് വേ എന്ന് പറഞ്ഞാൽ മേലെ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒന്ന്. ഹാപ്പി ആണോ, വറീഡ് ആണോ, അനോയ്ഡ് ആണോ, എന്തോ ഒരു ഫീലിംഗിലൂടെ കടന്നു പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്? യെസ് അസ്നീൽ, ഐ ഫീൽ ദിസ് വേ ബിക്കോസ്, ഐ ഫീൽ ഗ്ലാഡ് ബിക്കോസ്. പറഞ്ഞോളൂ. ഐ ഫീൽ ഗ്ലാഡ് ബിക്കോസ്. ഓരോരുത്തരും അവരവരുടെ എമോഷനെ എന്തുകൊണ്ടാണ്, അതൊന്ന് അകത്തേക്ക് ഒന്നും കൂടി നമ്മൾ പോവുകയാണ്.
ഓരോ പെട്ടൽസിന്റെ അകത്ത്. You feel nervous, Aznil? Okay. Why? What makes you feel like that? I feel this way because? Okay, I feel this way because? Why? What is making you people to feel like that? Worried ആണെങ്കിൽ എന്താണ് ആ worriesനുള്ള പിന്നിലുള്ള കാരണം? Think about it. ആൻസർ കിട്ടുന്നുണ്ടോ? Good, very good. That's the beauty of it. Okay. ആ ഉത്തരം എഴുതിക്കഴിഞ്ഞ അടുത്തത്. This is what I did about it. അങ്ങനെ സംഭവിച്ചപ്പം worry ആയപ്പം ഞാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്തത്. Annoyed and mad. Okay. വെരി ഗുഡ് മെഹറു. അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങൾ എടുത്ത സ്റ്റെപ്സ്? ഐ ഫീൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്തത്? എന്ത് സ്റ്റെപ്പാണ് നിങ്ങൾ എടുത്തത്? അനോയ്ഡ് അപ്പൊ ദേഷ്യം പിടിച്ചോ? വേറൊരാളോട് ആ ദേഷ്യം കാണിച്ചോ? പൊട്ടിത്തെറിച്ചോ? ഐ ഫീൽ ദിസ് വേ ബിക്കോസ് ഐ നീഡ് ടു മേക്ക് കോൺഷ്യസ് എഫോർട്ട് ടു സ്റ്റിക്ക് ഓൺ മൈ ഗോൾ കൺസിസ്റ്റന്റ്ലി. വെരി ഗുഡ് ജാസ്. ദിസ് ഈസ് വാട്ട് ഐ ഡിഡ് അബൌട്ട് ഇറ്റ്. അതിനെപ്പറ്റി ഞാൻ എന്താണ് ചെയ്തത്? Looked for alternative, implemented it, yet not satisfied. Very good answer. Very good answer. Okay, if you are not yet satisfied, we can go down. Something else, I could have done it. അത്രയെല്ലാം ചെയ്തിട്ടും എനിക്ക് ആവുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഇതിന്റെ കൂടെ തന്നെ ഞാൻ അറിയാതെ ചെയ്തു പോയ എന്തെങ്കിലും ആക്ഷൻസ് ഉണ്ടോ? ഞാൻ ഗ്ലാഡ് ആയിരുന്നു. ഗ്ലാഡ് ആവുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ അതിന്റെ ഓവർ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാൻ ഇത് ചെയ്തു പോയോ? പല ആംഗിളും ചിന്തിക്കാം. കാരണം ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. ഓരോരുത്തർക്കും എടുക്കുന്ന ആക്ഷൻസും വ്യത്യസ്തമായിരിക്കും. ഐ ആം ടേക്കിംഗ് ഇൻസ്പയർഡ് ആക്ഷൻ ടു കറക്റ്റ് മൈ മിസ്റ്റേക്ക്. ബ്യൂട്ടിഫുൾ വൺ. എക്സലന്റ്. റെഡി? I have a strong feeling that I am the pillar who hold all the basic responsibilities. No one, especially my partner, to hear my feeling that I'm not consistent. Beautiful one. See, എങ്ങനെയാണ് ഈ എക്സസൈസ് നിങ്ങളെ ഇപ്പൊ ഹെൽപ്പ് ചെയ്തത്? Can anybody explain? ഈ എക്സസൈസ് ഹെൽപ്പ് ചെയ്തോ? ഹെൽപ്പ് ചെയ്തു എങ്കിൽ എങ്ങനെ? Aznil, you wanted to answer? Yeah, I can unmute you. പറയൂ. ഉറക്കെ പറഞ്ഞോളൂ. യെസ് അസ്നിൽ. ഞാൻ അജ്മീരല്ല, ഷംലിയാണ്. എന്റെ മകന്റെ ഇതിൽ പോയി ഓക്കെ. എനിക്ക് തോന്നുന്നത് നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് അതിൽ തന്നെ നെക്സ്റ്റ് വരുമ്പം നമുക്ക് വരുന്ന ആൻസേഴ്സ് അതിലുണ്ട്. നമുക്ക് അടുത്തത് എന്താ പറയണ്ടേ, അങ്ങനെ നമുക്ക് തിങ്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓപ്പൺ അപ്പ് ആവാൻ പറ്റുന്നുണ്ട് അല്ലേ? എവിടെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലുണ്ടാവുക. അപ്പൊ നമ്മുടെ പ്രോബ്ലം എവിടെയാ കിടക്കുന്നത്? അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഞാൻ എങ്ങനെയാ ഹാൻഡിൽ ചെയ്തത്? അതിന് കണക്കായിട്ടുള്ള മറ്റെന്തെങ്കിലും വഴികളുണ്ടോ? It will make us think. Are you getting me? Shafna, has it helped you? ഉമ്മോ ഹിബ ഇത്ര പേരുടെ വീഡിയോസ് ആണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. ഓരോരുത്തരോടാണ് ചോദിക്കുന്നത്. Is it helping you? Okay, great. Ready? നമുക്ക് ഇനി അടുത്ത എക്സസൈസിൽ പോവാൻ റെഡി ആണോ? യെസ്. റെഡി ആണെങ്കിൽ ഒരു കെ പോരട്ടെ. Ready?
ഇനി ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഓരോരുത്തരും വരും. ഓക്കെ, ഈ വർക്ക്ഷീറ്റ് നമുക്ക് ഒന്നുകിൽ ഇതുപോലെ കൊടുക്കാം, അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്കും എഴുതാം. ഇതിൽ നിന്ന് ഇത് നോക്കിയിട്ട് നിങ്ങളുടെ പേപ്പറിലേക്ക് നിങ്ങളുടെ ഏതൊക്കെയാണോ അത് മാത്രം എഴുതാം. ഇൻ മൈ ഫാമിലി, circle or highlight the qualities that are in my family. ഇവിടെ കുറേ പറയുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ എന്തൊക്കെയാണ് ഉള്ളത്. പീസ് ഉണ്ടോ, ഫൈറ്റിംഗ് ഉണ്ടോ, നെയിം കോളിംഗ് ഉണ്ടോ, റെസ്പെക്റ്റ് ഉണ്ടോ, ടൈം സ്പെൻഡ് ടുഗെദർ ഉണ്ടോ, മാനിപ്പുലേഷൻ ഉണ്ടോ, ട്രസ്റ്റ്, ലവ്, ലാഫ്റ്റർ, പ്രൈവസി, ലോയൽറ്റി, കോൺവെർസേഷൻ, ഫൺ, aggression, kindness, appreciation, positive feedback, humor, listening, hate, fairness, conflict, poor communication, criticism, play, care, secrets, closeness, traditions, fear, openness, unfairness, safety, encouragement, dishonesty, empathy, support, honesty. ഇതില് നിങ്ങളുടെ ഫാമിലിയിൽ എന്തൊക്കെയുണ്ട്? ഇറ്റ് ഈസ് ഈ ഒറ്റ ഒരു കാര്യത്തെ വെച്ചിട്ട് നമുക്കൊരു പുസ്തകം എഴുതാം. അത്രയും ചർച്ചക്ക് നമുക്കുണ്ട് കാര്യങ്ങൾ. ദിസ് വിൽ മേക്ക് ദ പേഴ്സൺ തിങ്ക്, എൻ്റെ ഫാമിലിയിൽ എന്താ ഉള്ളത്, എൻ്റെ ഫാമിലിയിൽ എന്താ ഇല്ലാത്തത്. ഭാര്യയും ഭർത്താവും വരുന്നു, ഭാര്യ തകർന്ന് തരിപ്പണമായിരിക്കാണ്, ഭർത്താവും ആണുങ്ങൾ അങ്ങനെ ഫീലിങ്സ് അല്ല എക്സ്പ്രസ് ചെയ്യുക, അവർ ആങ്കർ ആണ് എക്സ്പ്രസ് ചെയ്യുക. ആങ്കറിന്റെ അകത്ത് ഫീലിങ്സ് തന്നെയാണുള്ളത്, സങ്കടം തന്നെയാണുള്ളത്, ഹെൽപ്ലെസ്നെസ് ആ ഉള്ളത്, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടാവുക. അപ്പോൾ അവർ വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ മേക്ക് ദം തിങ്ക്, വേർ ആർ വി സ്റ്റാൻഡിങ്, ഇസ് ദെയർ കോൺവെർസേഷൻ ഹാപ്പനിങ്, ഇസ് ദെയർ ലവ് ലാംഗ്വേജസ് ഹാപ്പനിങ്, നമ്മൾ ഒന്നിച്ചിട്ടിരുന്ന് പൊട്ടിച്ചിരിച്ചിട്ട് എത്ര ദിവസമായി, കൈൻഡ്നസ് ജസ്റ്റോ എന്തെങ്കിലും ഞാൻ കാണിച്ചോ, എന്തെങ്കിലും ഒരു വാക്ക് അപ്രിസിയേഷൻ ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടോ, നമ്മൾ എവിടെയാ നിൽക്കുന്നത്? നമ്മൾ അങ്ങോട്ടേക്ക് ഓപ്ഷൻസ് കൊടുക്കുകയാണ്. വി ആർ നോട്ട് ഫില്ലിങ് ഇൻ ദിയർ മൗത്ത്, നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കൂല. ഇതിൽ നിന്ന് നമുക്ക് ആ സമയത്ത് ഉണ്ടാവുന്ന അവരുടെ ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ അങ്ങനെയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഗിവിംഗ് ദം ദ ഹിന്റ്. ക്ലിയർ? എല്ലാവരും എഴുതിയോ? എല്ലാവരും എഴുതിയോ? ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം, ഞാൻ സംസാരിപ്പിക്കാം. യെസ്, സിന്ധു, ഡു യു വാണ്ടഡ് ടു സ്പീക്ക്? നമ്മുടെ PSC batch 2-യുടെ ടോപ്പർ ആണ്. യെസ് സിന്ധു, what did you write? No, I just told I completed writing. That's all. Okay, has it helped you? How did it help you? Actually, I also understood lots of faults in my family now, because we're all busy after starting the school, and everyone comes home and go to their respective rooms and do their work and come out for lunch, for dinner, and then they go to their room and just go to sleep. That's all happening now. See, poor communication. അവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്നേരം poor communication. ഒരു മാസം ഇങ്ങനെ അയക്കണി കഴിഞ്ഞാൽ എന്താവും, ബാക്കിയുള്ളതൊക്കെ ലവ് ഉണ്ടെങ്കിൽ അത് ഫേഡ് ആവാൻ തുടങ്ങും. ആ പൂർ കമ്മ്യൂണിക്കേഷൻ എല്ലാവരും എടുക്കേ. ഇപ്പൊ ഞാൻ പറഞ്ഞു പൂർ കമ്മ്യൂണിക്കേഷൻ. ആ പൂർ കമ്മ്യൂണിക്കേഷൻ ആക്റ്റീവായി അവിടെ ലൈറ്റ് കത്തിന്ന് വിചാരിച്ചോ, അപ്പോൾ ഫേഡ് ആവുന്ന കാര്യങ്ങൾ ഏതൊക്കെയായിരിക്കും? നിങ്ങളുടെ കയ്യിൽ കളർ പെൻസിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. CBT തെറാപ്പി ചെയ്യുന്ന സമയത്ത് ബ്യൂട്ടിഫുള്ളി യു ക്യാൻ മേക്ക് യുവർ പേജസ്. എന്തൊക്കെ ഫേഡ് ആവും നോക്കിയാട്ടെ. പൂർ കമ്മ്യൂണിക്കേഷൻ ആക്റ്റീവ് ആയാൽ എന്തൊക്കെ ഫേഡ് ആവും? ഞാൻ വീണ്ടും ആ സ്ക്രീൻ കാണിച്ചു തരാം, സോ ദാറ്റ് യു ഗെറ്റ് യുവർ വേർഡ്സ്. It will lose laughter, yes, positive feedback, support, openness, respect sometimes, and also criticisms. Increases. Criticism increase ചെയ്യാൻ സാധ്യതയുണ്ട്. ഒറ്റടിക്ക് ബോംബ് പൊട്ടുമ്പോലെ പിന്നെ പൊട്ടാം. Yes. Then kindness sometimes, peace also sometimes. Yes. I mean, if നമ്മളെല്ലാരും ഓരോരോ റൂമിലോട്ട് പോയി കഴിഞ്ഞാൽ സംടൈംസ് നമുക്ക് പറയുന്ന ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മനസ്സിലാക്കാൻ പറ്റാത്തത് പോലെയാവും. പെട്ടെന്ന് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വെരി ട്രൂ. പിന്നെ
ക്ലോസ്നെസ്, Yeah, closeness in this. ട്രഡീഷൻസ്, ഒന്നിച്ചിട്ട് പ്രാർത്ഥിക്കാൻ വരെ നമുക്ക് ഇരുന്ന് സമയം കിട്ടൂല. നമ്മുടെ ഒരു ലൈഫിന്റെ റുട്ടീനാണ് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ അകന്നകന്ന് പോകും തോറും അതിനൊന്നും ഒന്നിച്ച് ചെയ്യാനുള്ള ഒരു സമയം കിട്ടില്ല. ട്രഡീഷൻസും കുറഞ്ഞു വരും, പിന്നെ ചെയ്യാതാവും. എല്ലാവരും തിരക്കുള്ള ലൈഫായിരിക്കും. ഓക്കെ, പിന്നെ സീക്രട്സ് ഇൻക്രീസ് ആവും, കെയർ കുറയും, ഓപ്പൺനെസ് കുറയും, എംപതി കുറയും, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നത് കുറയും. Conflicts increase ആവും. സാധ്യതയുണ്ട്. യെസ്, ആർ യു ഓൾ അണ്ടർസ്റ്റാൻഡിങ്? മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് ഡേ റാപ്പോ ബിൽഡെല്ലാം ചെയ്ത് നമ്മൾ കേസ് ടേക്കിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള ഡേ ആണ് ഞാൻ പറയുന്നത്. ആ ദിവസത്തിൽ തന്നെ നമുക്ക് ഇത്രയും ഓപ്പണപ്പായിട്ട് നമ്മളൊന്നും പറയുന്നില്ല, അവരെ കൊണ്ട്, നമ്മുടെ ക്ലയന്റിനെ കൊണ്ട് ചിന്തിപ്പിക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ക്ലയന്റ് അല്ല, നിങ്ങൾ ആരും കൗൺസിലേഴ്സ് അല്ല, നിങ്ങളുടെ പേഴ്സണൽ ബെനിഫിറ്റിനാണ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിനെ തുറക്കുന്നു, കുറച്ചും കൂടി ആഴത്തില് നമ്മളെ ചിന്തിപ്പിക്കുന്നു, നമ്മളെ സമാധാനത്തില് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ക്ലിയർ? ഉമ്മുവിന്റെ പേരെന്താണ്? ഉമ്മു തന്നെയാണോ? ഉമ്മു ആരുടെ ഉമ്മു ആണ്? ഞാൻ അഡ്മിറ്റ് ചെയ്യാം. പ്ലീസ് ഇൻട്രൊഡ്യൂസ്. പറയൂ, കേൾക്കുന്നുണ്ടോ? ഒന്ന് പേര് പറയാമോ? ഹലോ, പറയൂ. ഉമ്മു സൽമ. ഉമ്മു സൽമ അല്ലേ? വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ സൽമാന്റെ ഉമ്മുന്നാണ് അല്ല പേരന്റെ ഉമ്മു സൽമ എന്നാണോ? പേരന്റെ ഉമ്മു സൽമ. അങ്ങനെ, ഓക്കെ, താങ്ക് യു. റെഡി? അപ്പൊ അടുത്ത എക്സസൈസിൽ പോവാൻ റെഡിയാണോ എല്ലാവരും? അങ്ങനെ ഇടയിൽ ഒരു എക്സ് ടൈപ്പ് ചെയ്താട്ടെ, അടുത്തിലേക്ക് പോകാനോ നമുക്ക്. റെഡി? ദിസ് ഇസ് അനദർ ഗെയിം. എനിക്കറിയാം ഇവിടെ വന്നിരിക്കുന്നവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ വെച്ചിരിക്കുന്നത്. കാണുന്നുണ്ടോ എന്റെ കയ്യിൽ ഇതെന്താണെന്ന്? ദിസ് ഇസ് എ ഡൈസ്. ഓക്കെ, ഈ ഒരു ഡൈസ് ഞാൻ എന്ത് ചെയ്യും? ക്ലയന്റിന്റെ കൂടെ ഗെയിം കളിക്കും, എസ്പെഷ്യലി വെൻ ദ ക്ലയന്റ്സ് ആർ ചിൽഡ്രൻ. ഓക്കെ, വാട്ട് വി ക്യാൻ ഡു ഇസ് റോൾ എ ഡൈ, റീഡ് ദ പ്രോംപ്റ്റ്. ഇപ്പൊ എനിക്ക് റോൾ ചെയ്തപ്പോ എന്താ, എനിക്കിപ്പോ 2 വന്നിട്ടുള്ളത്. ഞാൻ ഇപ്പൊ എന്റെ കുട്ടി മുന്നിലിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിലാണ് ചെയ്യുന്നത്. ഇഫ് ദേ ഹാവ് ദ ഡൈസ് ഐ മേക്ക് ദം ഡു ഫ്രം ദെയർ. ഡൈസ് ഇല്ല എങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്യും, അവരോട് നമ്പർ നോക്കാൻ പറയും. അപ്പൊ 2 എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 2 വാട്ട് ഈസ് സംതിങ് യു ക്യാൻ സേ വെൻ യു ആർ ഫീലിംഗ് ആംഗ്രി? ആംഗറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കുട്ടീനെ ഞാൻ ഡീൽ ചെയ്യുന്നത്. അപ്പോഴേ ഈ കുട്ടിയോട് എനിക്ക് ചോദിക്കാൻ, കളിയിലൂടെ കുട്ടി പോലും അറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആംഗറിലേക്ക് എത്തുന്നു. ആംഗറിലേക്ക് എത്തിയിട്ട് വളരെ നൈസായിട്ട് ചോദിക്കുന്നു, എന്താണ് ദേഷ്യം പിടിച്ചാൽ ചെയ്യാൻ പറ്റുന്നത്? യു ക്യാൻ ഡു ഇൻ സംതിങ് ഡിഫറെന്റ് വേ. ഓക്കെ, ഇനി വീണ്ടും 3 എട്ടി എന്ന് വിചാരിച്ചോ. നെയിം 1 തിങ് ദാറ്റ് മേക്സ് യു ഫീൽ ആംഗ്രി. എന്തിനാ എനിക്ക് ദേഷ്യം പിടിക്കുന്നത്? ഒറ്റയടിക്ക് ഇത് സീരിയസ് ആയിട്ട് ചോദിച്ചാൽ ചെറിയ കുട്ടികളാണെങ്കിൽ വായി തുറക്കുകയേ ചെയ്യില്ല. ഒന്നാമത് അവർക്ക് നമ്മളോട് ഭയമാണ്, രണ്ടാമത് അവർ വിചാരിക്കുന്നത് മാതാപിതാക്കളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് എന്നുള്ളതാണ്. നമ്മളെ വിശ്വസിക്കില്ല അവര്. കാരണം നമ്മൾ പറയുന്നത് തേച്ചും പേരൻസിന്റെ അടുത്ത് പറയും, പേരൻസ് അതിനെ വീണ്ടും ഹങ്കാമയാക്കും. then the child has to go through again and again many problems. അതുകൊണ്ട് കുട്ടി വായി തുറക്കില്ല. അപ്പൊ കുട്ടീനെ കൊണ്ട് സംസാരിപ്പിക്കണം. നമ്മൾ തമ്മിൽ ചിരിച്ചും കളിച്ചും റാപ്പോ ബിൽഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എക്സസൈസ് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. റെഡി? Coming to the next one. ഞാൻ ഇത് പ്ലേ ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് നോക്കണേ. മ്യൂസിക് വരുന്നുണ്ടോ? എല്ലാവർക്കും കേൾക്കാമോ? ഞാൻ പ്ലേ ചെയ്തപ്പോൾ? യെസ്, ഓക്കെ, താങ്ക് യു. दिखाया है, ले तेरी बारी एक बारी, तू भी प्यार
വാട്ട് എ ടച്ചിങ് സ്റ്റോറി അല്ലേ? ആരെങ്കിലും ഇതൊന്ന് മലയാളത്തിൽ ഒന്നും കൂടി പറയോ? ഹു ഇസ് റെഡി ടു സേ? ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വന്നിട്ട് മനസ്സിലാവാത്തവർക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ. ഹിബ, ആർ യു റെഡി? പറഞ്ഞു കൊടുക്കോ? പറയും. ഈ സ്റ്റോറി ഒരു പെൺകുട്ടിന്റെ സ്റ്റോറിയാണ്. അവള് ഫസ്റ്റ് പറഞ്ഞത് അവള് 6 years ബാക്ക് ഒരാളെ കണ്ടു. പക്ഷെ ആ സമയത്ത് അവളൊരു വേറൊരാളെ സ്നേഹിച്ചിട്ട് അതൊക്കെ പോയ വിഷമത്തിലിരിക്കായിരുന്നു. പക്ഷെ ഈ പേഴ്സന്റെ ലൈഫിൽ വന്നതിന് ശേഷം ആ ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. വീണ്ടും അവർ സ്നേഹിക്കാൻ തുടങ്ങി. അങ്ങനെ 1 വർഷം അവർ സ്നേഹിച്ചതിന് ശേഷം അവര് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഷോൾഡറിൽ ഒരു 3 months അങ്ങാനും ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ പാടെ തന്നെ കല്യാണമല്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞു. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ദിവാലിക്ക് വെയിറ്റ് ചെയ്യായിരുന്നു. ഓക്കെ. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ദിവാലിക്ക് വെയിറ്റ് ചെയ്യുന്ന ആ സമയത്താണ് ഒരു ഷോൾഡർ പെയിൻ വന്നത്. അപ്പൊ അത് പോയി ഡയഗ്നോസിസ് ചെയ്ത് നോക്കുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ബ്രസ്റ്റ് ക്യാൻസർ വന്ന് കീമോതെറാപ്പി എടുക്കേണ്ടി വന്നു. മാസ്റ്റക്ടമി എന്ന് പറഞ്ഞത് ബ്രസ്റ്റ് റിമൂവൽ സർജറിയാണ്. അത് ചെയ്യേണ്ടി വന്നു. അപ്പൊ ആള് ഭയങ്കര വിഷമത്തിലായി. കാരണം ഒരു കല്യാണം ഉറപ്പിച്ച ഒരു ഗേളിന്റെ ലൈഫിൽ അതൊരു വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യമാണല്ലോ. പ്രത്യേകിച്ച് സ്നേഹിച്ച ഒരാളെ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് അങ്ങനെ ലൈഫിൽ അത് ഫേസ് ചെയ്യേണ്ട വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഫിയാൻസെ അവളെ കൂടെ നിന്നു, അവളെ സ്നേഹിച്ചു. ഷീ ഫെൽറ്റ് ഹീൽഡ്. സ്നേഹാന്ന് അവളെ ഹീൽ ചെയ്തെന്നാണ് അവള് പറയുന്നത്. അങ്ങനെ പോസ്റ്റ് ട്രീറ്റ്മെന്റ് അവര് കല്യാണം കഴിച്ചു. ഷീ ഫീൽ സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. എക്സലന്റ്. താങ്ക് യു സോ മച്ച് ഹിബ. താങ്ക് യു സോ മച്ച്. വെരി വെൽ എക്സ്പ്ലെയിൻഡ്. ഇങ്ങനെ ഒരു കേസ് അല്ലെങ്കിൽ ഗോഡ് ഫോർബിഡ് നമ്മൾ തന്നെ ഗോ ത്രൂ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും അടുത്തുനിന്ന് ഒരാൾ, വളരെ ക്ലോസ് സർക്കിളുള്ള ഒരാൾ ഗോ ത്രൂ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം സ്റ്റേജസിൽ അവർ കൗൺസിലിങ്ങിന് പോവാം? ഏതെല്ലാം സ്റ്റേജിൽ ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ ഏതെല്ലാം സ്റ്റേജിൽ ആ കുട്ടിക്ക് കൗൺസിലിങ്ങിന് പോവാം? ചാറ്റ് ബോക്സിൽ എഴുതിക്കോളും ഓരോ സ്റ്റേജസും. ഹാൻഡ് റൈസ് ചെയ്താൽ സംസാരിക്കുകയും ചെയ്യാം. ഒരു ജനറൽ കേസ് എടുത്തെന്ന് മാത്രം. ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്ത സമയമല്ല. ഇനീഷ്യൽ സ്റ്റേജ് ഈ കഥയിൽ ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവള് ബ്രേക്കപ്പ് ആയിരുന്നു. ഒരു ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ബ്രേക്കപ്പ് നടന്നിരുന്നു. അവിടം തൊട്ട്, യെസ് എക്സാക്ട്ലി, ആ ബ്രേക്കപ്പിന്റെ ശേഷം വാട്ട് എവർ ഷി വെന്റ് ത്രൂ, ബ്രസ്റ്റ് ക്യാൻസർ വരിക, അതിനെ അക്സെപ്റ്റ് ചെയ്യുക, ആ ട്രോമയിലൂടെ കടന്നു പോവുക. ചിലപ്പോൾ അതിന്റെ ശേഷം ചില കുട്ടികളൊക്കെ നന്നായിട്ടുണ്ടാവും, ഡിപ്രഷൻ സ്റ്റേജിലൂടെ പോയിട്ടുണ്ടാവും. വെരി ട്രൂ. ചിലപ്പം അത് മനസ്സിലാക്കാണ്ട് ഈവൻ ടെസ്റ്റിന് പോകുന്ന സമയത്ത് പോലും ആങ്സൈറ്റി നല്ലപോലെ അടിച്ചിട്ടുണ്ടാവും. പലതും സംഭവിച്ചിട്ടുണ്ടാവും ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ. ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് അവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്ലസ് പോയിന്റ്. ചില സമയത്ത് ഈവൻ ഡിനയൽ ഉണ്ടാവാം. എനിക്ക് അസുഖേ ഇല്ല, ഞാൻ ഡോക്ടറെ അടുത്തേ പോവില്ല. അതാണല്ലോ പലപ്പോഴും പല സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ നടത്തുന്ന സമയത്ത് അവർ ഡോക്ടറെ അടുത്തേ പോവില്ല എന്ന് പറഞ്ഞിട്ട് പോവാതിരുന്നാളി. എനിക്കൊരു അസുഖം ഇല്ല എന്നുള്ള പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ട്രീറ്റ്മെന്റിന് പോകില്ല എന്നുള്ളത്. എവിടെയാണോ ഏറ്റവും സീരിയസ്ലി നമുക്ക് അവിടെ അലോപ്പത്തിക് ട്രീറ്റ്മെന്റ് വേണ്ടുന്നത് അത് എടുക്കാതിരിക്കുക, അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക. അങ്ങനത്തെ ഒരു ഡിനയൽ കണ്ടീഷൻ ഉണ്ടാവാം. ഇനി ഇതൊക്കെ കഴിഞ്ഞു, എല്ലാ സ്റ്റേജസും കഴിഞ്ഞു. ആ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിനെ അമിതമായി ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഫിയർ ഓഫ് ലൂസിങ് ഹിം വരികയും ആ ഫിയർ ഓഫ് ലൂസിങ് ഹിം കൊണ്ട് കല്യാണത്തിൽ തന്നെ എനിക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാവാം. അല്ല എങ്കിൽ ഇത്രയും നല്ല ഒരു മനുഷ്യനെ ഇതുപോലത്തെ ഒരു അസുഖം കൊണ്ട് എന്നെ കല്യാണം കഴിക്കാൻ ഞാൻ റെഡിയല്ല, ലെറ്റ് ഹിം മാരി സംബഡി എൽസ് ആൻഡ് ഹാവ് എ ബ്യൂട്ടിഫുൾ ലൈഫ് എന്നുള്ളൊരു തോട്ടിലേക്ക് വരാം. ഇങ്ങനെ വ്യത്യസ്തമായ തോട്ട്സ് ഉണ്ടാവാം. Are you all getting me? സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ? ഒരു മനുഷ്യൻ ഇങ്ങനെ വ്യത്യസ്തമായ തോട്ട്സിലൂടെ ഓരോ പ്രാവശ്യം പോകുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അവരെ ഡീപ്പായിട്ട് തെറാപ്പിയിലൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ അവരുടെ ആക്ച്വൽ പ്രോബ്ലം എന്താണെന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. Are you getting? എന്നിട്ട് അതിന് കണക്കായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴാണ് പല ട്രീറ്റ്മെന്റും സക്സസ്ഫുൾ ആവുന്നത്. So coming to that, so ഇതെങ്ങനെ ഹെൽപ്ഫുൾ ആവും? CBT എങ്ങനെ ഹെൽപ്ഫുൾ ആവും എന്ന് വെച്ചാൽ ഇംപ്രൂവ്ഡ് സെൽഫ് അവയർനെസ്. ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവർക്ക് ഇംപ്രൂവ്ഡ് സെൽഫ് അവയർനെസ് ആയിരിക്കും, എൻഹാൻസ്ഡ് പ്രോബ്ലം സോൾവിംഗ് സ്കില്ലായിരിക്കും, ബെറ്റർ എമോഷണൽ റെഗുലേഷൻ ആയിരിക്കും,
എമോഷൻസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഹാൻഡിൽ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് റെസിലിയൻസ് ആയിരിക്കും. എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നല്ല റെസിലിയൻസോട് കൂടി ടെൻഷൻ ആവാതെ ഹാൻഡിൽ ചെയ്യാനുള്ള ശക്തി ഉണ്ടാവും. ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഫോർ എ പേഴ്സൺ വിത്ത് സ്ട്രെസ് ആണെങ്കിൽ സ്ട്രെസ് റിഡക്ഷൻ ഉണ്ടാവും. കോപ്പിംഗ് മെക്കാനിസം, ഇൻക്രീസ്ഡ് കോൺഫിഡൻസ്. സ്ട്രെസ്സിലുള്ള ആൾക്കാർക്കാണ് CBT കൊടുക്കുന്നുണ്ടെങ്കിൽ ഇംപ്രൂവ്ഡ് ഫോക്കസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി, ബെറ്റർ സ്ലീപ്പ്. ഉറക്കത്തിന്റെ പ്രോബ്ലത്തിൽ നിന്ന് ഒരു കൗൺസിലർ ഇത് പഠിക്കുന്നതാണെങ്കിൽ, CBT പഠിക്കുന്നതാണെങ്കിൽ എഫക്റ്റീവ് ടൂൾ ഫോർ ക്ലയൻസ്, വേഴ്സറ്റൈൽ ആപ്ലിക്കേഷൻ, വ്യത്യസ്തമായ ആപ്ലിക്കേഷൻസിലൂടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ക്ലയന്റ് എംപവർമെന്റ് നടത്താൻ പറ്റും. കണ്ടിന്യൂൽ ലേണിംഗ് ആയിരിക്കും. നമുക്ക് പഠിച്ചാൽ കൊതി തീരൂല. CBT ഒക്കെ പഠിക്കാൻ നിന്നാലില്ലേ, നമ്മൾ എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട് എന്താണ് ഇത്ര പഠിക്കാനുള്ളത്. കാരണം ഡെയിലി 2-3 മണിക്കൂർ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോളജി പഠിക്കാനായിട്ട് ചെലവഴിക്കുമ്പം എന്താണ് ഇത്ര പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, സത്യത്തിൽ അറിയില്ല. ആ ചോദ്യത്തിന് മറുപടി എനിക്കറിയില്ല. ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം നമ്മൾ പഠിക്കുന്നത് മെഷീനല്ല, മനുഷ്യനെയാണ്. മനുഷ്യന്റെ ബ്രെയിനെയാണ് പഠിക്കുന്നത്. മനുഷ്യന്റെ ചിന്താഗതികളെയാണ് പഠിക്കേണ്ടത്. ആ ചിന്താഗതിയെ എഫക്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ജെനറ്റിക്സ്, വളർന്നു വന്ന സാഹചര്യങ്ങൾ, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി, ഇങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടറിൽ കാലക്രമേണ ഉണ്ടാക്കിയെടുത്ത സ്വഭാവങ്ങൾ, ലേൺ ബിഹേവിയർ, അൺലേൺഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പലതും നമ്മൾ ചെയ്യേണ്ടി വരും. സോ ഒരു ഹ്യൂമൻ മൈൻഡിനെ പഠിക്കാന്ന് പറഞ്ഞാൽ പഠിച്ചാൽ തീരാത്തൊരു വിഷയമാണ്. സോ when we learn CBT, we do it very happily, very pleasantly. We can do it. Continuous learning ആണ്. Professional satisfaction, which is what I said in the beginning. ഭയങ്കര professional satisfaction ആണ്. So coming to the fees, okay. CBT basics നമ്മൾ 5,555 ആണ്. CBT അഡ്വാൻസ് അഗെയിൻസ്റ്റ് 5,555 ആണ്. CBT മാസ്റ്റേഴ്സും അതേപോലെ തന്നെ. ടോട്ടൽ CBT പാക്കേജ് എന്ന് പറയുന്നത് 16,000 ചില്ലറ വരും. 31st ഓഗസ്റ്റ് ഈ മാസം ലാസ്റ്റിന് മുമ്പേ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് 15,555 ആയിരിക്കും. 25th ഓഗസ്റ്റിന് മുമ്പേ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 14,000 ചില്ലറ ആയിരിക്കും. 19th ഇത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. 19th മുമ്പേ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 12,000 ആയിരിക്കും. ഇഫ് യു ആർ ജോയിനിങ് ടു നൈറ്റ്, ഇത് ക്ലാസ് കഴിഞ്ഞ ഉടനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 11,111 ആയിരിക്കും. ആൻഡ് വാട്ട് യു ആർ ഗോയിങ് ടു ഡു ഇസ്, വാട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇസ് 2 hours സെഷൻ ആണ്. ഓരോ 5 സെഷൻസിനും 2 hours സെഷൻസ് ഉണ്ടാവും. അതിന്റെ ഇനിയും ഒരുപാട് bundle of worksheets ഞാൻ തരും, which will help you to understand yourself. ഓക്കെ, CBT എക്സസൈസിന്റെ ബുക്ക് തരും, CBT വർക്ക് ബുക്ക് ഉണ്ടാവും, CBT ബുക്സ് വേറെ ഒരുപാട് CBT ആയിട്ട് ബന്ധപ്പെട്ട നല്ല ബുക്സ് ഉണ്ട്, അതൊക്കെ തരും. സോക്രാറ്റിക് ക്വസ്റ്റ്യനിങ് വർക്ക്ഷീറ്റ് തരും. അത് കൗൺസിലേഴ്സിന് മനസ്സിലാവുമായിരിക്കും. ഇവിടെ ആരെങ്കിലും കൗൺസിലേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സോക്രാറ്റിക് ക്വസ്റ്റ്യനിങ്. ഒരു ക്ലയന്റിനെ വന്നാൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതികളുണ്ട്. വ്യത്യസ്തമായ കൺഫ്രണ്ടേഷൻ ലെവല്, ഡയറക്ട്ലി വരുന്ന ഇൻഡയറക്ട്ലി വരുന്ന വ്യത്യസ്തമായ ലെവലുകളുണ്ട്. ആ ലെവലിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമുക്ക് പഠിക്കണം. വിച്ച് വിൽ നോട്ട് hurt them, at the same time which will make them think and open their mind. ആ സോക്രാറ്റിക് ക്വസ്റ്റ്യൻസിന്റെ വർക്ക്ഷീറ്റ് തരും. ചൈൽഡ് ബിഹേവിയർ ചെക്ക് ലിസ്റ്റ് തരും. കാരണം ADHD ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ കുട്ടികളുടെ ബിഹേവിയർ ചെക്ക് ലിസ്റ്റ് നമുക്ക് ആവശ്യമാണ്. അത് തരും. ആങ്സൈറ്റി ചെക്കിംഗ് സ്കെയില് തരും. അതുപോലെ തന്നെ CBT കാർഡ് ഡെസ്ക് തരും. ഇത്രയും കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് ബോണസ് ആയിട്ട് CBT മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് കിട്ടുന്നതായിരിക്കും. CBT ബേസിക്സ് മുതൽ അഡ്വാൻസ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് എടുത്തവർക്ക് ഇത് മുഴുവനും കിട്ടുന്നതായിരിക്കും. പിന്നെ ഒന്ന് എല്ലാവരും പറയുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞാൽ, മാം ക്ലാസ് മിസ്സായി പോയി, റെക്കോർഡിംഗ് തരുമോ ക്ലാസ്. അപ്പോൾ ഓരോരുത്തർക്കും റെക്കോർഡിംഗ് ട്രാൻസ്ഫറിൽ അയക്കാന്ന് വെച്ചാൽ എനിക്കും ബുദ്ധിമുട്ടാണ്. സോ വാട്ട് ഐ ഹാവ് പ്ലാൻ ദിസ് ടൈം ഇസ്, ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് യു ത്രൂ ട്രാൻസ്ഫർ. വി വിൽ ബി അപ്ലോഡിംഗ് ടു ദ ഡ്രൈവിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും. സോ ക്ലാസ്സസ് ആർ ദെയർ, യു ക്യാൻ വാച്ച് ഇറ്റ് അറ്റ് എനി ടൈം. നിങ്ങൾക്ക് ആക്സസ് പീരീഡ് 1 മാസം എക്സ്ട്രാ തരും. ആ 1 മാസത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ഒരു മാക്സിമം ഐ ക്യാൻ ഗീവ് ഇറ്റ് ഫോർ 2 to 3 months. ആ 3 monthsന്റെ ഉള്ളിൽ എല്ലാ ഈ വീഡിയോസ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാനുള്ള എഗെയിൻ പെർമിഷൻ നിങ്ങൾക്ക് കിട്ടും. ഡ്രൈവിലുള്ളത് കൊണ്ട് തന്നെ വീണ്ടും കാണാൻ നിങ്ങൾക്ക് സാധിക്കും. These are the benefits which you are going to get, and this is going to help you all in detail. Even if you don't have any mental health issues,
ബൈ ദി ഗ്രേസ് ഓഫ് അൽമൈറ്റി ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഇല്ല, പക്ഷെ പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഫുൾ. മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഞാൻ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പല സാഹചര്യങ്ങൾക്ക് പലരെയും ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഫുൾ. നിങ്ങൾ ഒരു കൗൺസിലറാണ്, നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വേണ്ടി വരും. ഇറ്റ് ഈസ് യൂസ്ഫുൾ. എനിബഡി ഈസ് വെൽക്കംഡ് ഹിയർ. ഇനി ആർക്കാണ് കൗൺസിലർ എന്ന് പറയുന്ന സമയത്ത് പ്രൊഫഷണലി സൈക്കോളജി പഠിച്ച കുട്ടികൾ മാത്രമേ ഒരു ക്ലയന്റ് എന്ന അർത്ഥത്തിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് പ്രത്യേകം പറയുന്നു. കാരണം എന്താണെന്നറിയോ, നമ്മൾ അരവൈദ്യൻ ആളെ കൊല്ലും, പഠിക്കാതെ നിങ്ങൾ ഒരു ക്ലയന്റിന്റെ കയ്യിൽ എൻ്റെ കയ്യിൽ കുറച്ച് വർക്ക്ഷീറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നിന്നാൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യും. സോ വി ഡോണ്ട് ഗിവ് ദ പെർമിഷൻ ഫോർ ദം ടു ഹാൻഡിൽ ദ ക്ലയൻറ്റ്സ്. അവനവന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാം, ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാം. അവനവന്റെ ആവശ്യത്തിന് ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി പ്രൊഫഷണലി ക്വാളിഫൈഡ് ടു ഹാൻഡിൽ ദ ക്ലയന്റ്. ഓക്കെ, ഇനി കമ്മിങ് ടു ദാറ്റ് CBTയുടെ ബേസിൽ നമ്മൾ വൺസ് അഗൈൻ എത്തുന്നതാണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ തോട്ട്സ് എന്താണ്, ഇപ്പൊ നിങ്ങളെ മനസ്സിൽ നടക്കുന്ന തോട്ട്സ് എന്താണ്, എന്തൊക്കെ എമോഷൻസ് ആണ്, ഇതൊന്ന് വരച്ചാട്ടെ നിങ്ങളെ ബുക്കിൽ. ഇതെല്ലാം ക്രോസ് കണക്റ്റഡ് ആണ്. ഒരു മനുഷ്യന്റെ ചിന്തകളിൽ ഇതെപ്പോഴും ക്രോസ് കണക്റ്റഡ് ആണ്. എന്താണ് ട്രിഗറിങ് ഫാക്ടർ, എന്താണ് മനസ്സിലൂടെ കടന്നു പോകുന്ന തോട്ട്സ് എമോഷൻസിനെ എഫക്റ്റ് ചെയ്യുന്നു, ഇത് രണ്ടും ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നു, അതോടുകൂടി ഫിസിയോളജിക്കൽ സെൻസേഷൻ ശാരീരികമായ ബുദ്ധിമുട്ടുകളെ പോലും എഫക്റ്റ് ചെയ്യുന്നു. എത്രയോ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യേണ്ട സമയത്ത് സോൾവ് ചെയ്യേണ്ട രീതിയിൽ സോൾവ് ചെയ്യാത്തതുകൊണ്ട് അത് പല ശാരീരിക ബുദ്ധിമുട്ടുകളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫിസിയോളജിക്കൽ സെൻസേഷനും കൂടി അവിടെ വന്നിരിക്കുന്നത്. സോ ലെറ്റ് us see. തോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ഇമേജസ് കടന്നുപോയി എന്നുള്ളത്, എന്തൊക്കെയാണ് ഡിസ്ട്രെസ്സിങ് എമോഷൻസ് നിങ്ങൾക്ക് ഉണ്ടായത് എന്നുള്ളത്, എന്താണ് ബിഹേവിയർ എന്നുള്ളത്, എന്നിട്ട് നിങ്ങൾ എന്ത് ബിഹേവിയർ ആണ് നിർത്തത് എന്നുള്ളത്, എന്തൊക്കെയാണ് ഫിസിയോളജിക്കൽ സെൻസേഷൻ ഉണ്ടായത്. ഫിസിയോളജിക്കൽ സെൻസേഷൻ മുതൽ തുടങ്ങാം. വാട്ട് ഡിഡ് യു ഫീൽ ഇൻ യുവർ ബോഡി? നിങ്ങളുടെ ബോഡിയിൽ എന്ത് ഫീൽ ചെയ്തു? ടെൻഷൻ ആണോ, ടയേർഡ്നെസ് ആണോ, ലെഥാർജി ആണോ, ക്ഷീണം തോന്നിയോ, എക്സോസ്റ്റ് ആയിപ്പോയോ, പെയിൻഫുൾ ആയി ഫീൽ ചെയ്തോ, നെഞ്ചടിപ്പ് തുടങ്ങിയോ, റാപ്പിഡ് ബ്രീത്തിങ് ഉണ്ടായോ, ശ്വാസം സ്പീഡായിട്ട് എടുക്കാൻ തുടങ്ങിയോ, ലൈറ്റ് ഹെഡഡ്നെസ് തലകറങ്ങുന്ന പോലെ തോന്നിയോ, അതായത് ഡിസിനസ് തോന്നിയോ, ഒരു ഷേക്കി ആയിട്ട് ഫീൽ ചെയ്തോ, വിയർത്തൊലിക്കാൻ തുടങ്ങിയോ, രക്തം ശരീരം മുഴുവൻ ചൂടായി പോയോ, റെഡ്നെസ് കണ്ടോ, പിൻസ് വന്നോ, നീഡിൽസ് വന്നോ, കുത്തിത്തെരിപ്പ് വന്നോ, മീൻസ് ഇങ്ങനെ ഒരു നീഡിൽസ് എന്ന് പറയൂലേ നമ്മളെ കുത്തുക, ഓരോ സ്ഥലത്തും എന്തോ മുള്ളു കുത്തുന്ന പോലെ ഫീൽ ചെയ്യുക. അത് എന്താണ് ശരീരത്തിലായത്? അത് ശരീരത്തിലാവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ എമോഷൻസ് ഉണ്ടായത്? ആങ്കർ ആണോ, ആങ്സൈറ്റി ആണോ, ഡിപ്രഷൻ ആണോ, എംബാരസ്മെന്റ് നാണക്കേടാണോ, ഫ്രസ്ട്രേഷൻ ആണോ, ഗിൽട്ട് ആണോ, ഹേർട്ട് ആണോ, അസൂയാണോ, ഷെയിംനെസ് ആണോ, എന്താ എമോഷൻ നിങ്ങൾക്ക് ഉണ്ടായത്? അതിനു മുമ്പേ നിങ്ങളുടെ തോട്ട് എന്തായിരുന്നു? നിങ്ങളുടെ മനസ്സിൽ എന്ത് തോട്ട് വന്നപ്പോഴാ ഇങ്ങനെ ഒരു എമോഷൻ ഉണ്ടായിരുന്നത്? വാട്ട് തോട്ട്സ് ഓർ ഇമേജസ് വെന്റ് ത്രൂ യുവർ മൈൻഡ്? മൈൻഡിൽ വന്ന തോട്ടും ഇമേജസും എന്താണ്? വാട്ട് ഡിഡ് ദിസ് മീൻ അബൌട്ട് ദ സിറ്റുവേഷൻ, അതർ പീപ്പിൾ ഓർ യുവർ പേഴ്സണാലിറ്റി? നിങ്ങളെ പേഴ്സണാലിറ്റിയെ ബാധിച്ചോ അത്? മറ്റുള്ളവർ എന്താണ് പറഞ്ഞത്? ഹൗ ഡിഡ് യു ഇന്റർപ്രിറ്റ് ദിസ് ആൻഡ് വാട്ട് ഡിഡ് യു ഫിയർ അബൌട്ട്? നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നാണ് നിങ്ങൾ ചിന്തിച്ചതും ഭയന്നതും? ആ തോട്ടാണ് ഈ എമോഷൻ കൊണ്ടുവന്നത്. ഈ എമോഷനാണ് ശരീരത്തിൽ ഈ സംഭവം ഉണ്ടാക്കിയത്.
അപ്പൊ നിങ്ങളുടെ ബിഹേവിയർ എന്തായി, നിങ്ങളുടെ പെരുമാറ്റം ആ സമയത്ത് നിങ്ങൾ അതിനെ റെസ്പോണ്ട് ചെയ്തത് ഏത് രീതിയിലാണ്. വാട്ട് ഡിഡ് യു ഡു ടു അവോയ്ഡ് ഡൂയിങ്? വിഡ്രോ ചെയ്തോ, അറ്റാക്ക് ചെയ്തോ, പോയിട്ട് റീഅഷുറൻസ് സീക്ക് ചെയ്തോ, എസ്കേപ്പിംഗ് ചെയ്തോ, അവോയ്ഡിങ് ചെയ്തോ, അവോയ്ഡിങ് ദ എക്സ്പോഷർ ചെയ്തോ, വറി ചെയ്തോ, സെൽഫ് ക്രിട്ടിസൈസ് ചെയ്തോ, ബിഹേവിങ് ഇൻ എ സെൽഫ് ഡിസ്ട്രക്റ്റീവ് മാനർ, അവനവനെ ഹാം ചെയ്യുന്ന രീതിയിൽ ചെയ്തോ. Are you all clear with me? Such a beautiful intervention. See, വെറും ഈ ഒറ്റ വർക്ക്ഷീറ്റില് ഒരു മനുഷ്യൻ ഒരു തോട്ട്, ഒരു ഭയം വന്നു കഴിഞ്ഞാൽ, ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അത് ഏത് എമോഷൻസിൽ പോകുമെന്നും ആ എമോഷൻസ് ശരീരത്തിൽ ഉണ്ടാക്കുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണെന്നും ആ സമയത്ത് അവർ ഏതെല്ലാം രീതിയിൽ ബിഹേവ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നും വളരെ മനോഹരമായിട്ട് പറഞ്ഞിരുന്ന ഒറ്റ വർക്ക്ഷീറ്റ് ആയത്. ക്ലിയർ? ക്ലിയർ മൈ ഡിയർ? എല്ലാം ക്രോസ് കണക്റ്റഡ് ആണ്. ഒന്ന് മറ്റൊന്നിന് ക്രോസ് കണക്റ്റഡ് ആണ്. തോട്ട് ഉണ്ടാകുമ്പോൾ ഇമോഷൻ ഉണ്ടാവും, ഇമോഷൻ ഉണ്ടാകുമ്പോൾ ഫിസിയോളജിക്കൽ സെൻസേഷൻ ഉണ്ടാവും, ഫിസിയോളജിക്കൽ സെൻസേഷൻ ബിഹേവിയറിനെ ബാധിക്കും. വൺ ടു വൺ കണക്റ്റഡ് ആണ്, ഡയറക്ട്ലി ഇൻഡയറക്ട്ലി. സോ ദിസ് ഈസ് ഹൗ ദ CBT ഈസ്. സോ കൺക്ലൂഡിങ് ഹിയർ, എനി ഡൗട്ട് പ്ലീസ് ഫീൽ ഫ്രീ. നമ്മുടെ CBT പാക്കേജ് ഗ്രൂപ്പിലും ഞാനുണ്ട്, എൻ്റെ ലീഡേഴ്സ് ഉണ്ട്, അഡ്മിൻ പൊസിഷനിലുണ്ട്. നിങ്ങൾക്ക് ആരെ വേണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാ പേജ് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഫോളോ ചെയ്യാത്തവരെ ഫോളോ ചെയ്യുക. ഒരുപാട് വീഡിയോസ് നമ്മളതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. റെഡി? എനി ഡൗട്ട്സ് ഞാൻ ഇനി അഡ്മിറ്റ് ചെയ്യാം. റെക്കോർഡിംഗ് ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. Any doubts, please feel free to ask me so that I can clarify with that.